अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुह। इന്നത്തെ നമ്മുടെ ക്ലാസ് अंगुलिस्तान में कुछ दिन ठहरने के बाद जैसे गए थे वैसे वापस आए, कोई ഡിഗ്രി സാധ് ന ലായേ. ഇംഗ്ലണ്ടിൽ പോയിട്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചതിനു ശേഷം എങ്ങനെയാണോ എപ്രകാരമായിരുന്നോ പോയിരുന്നത് അപ്രകാരം തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ കോയി ഡിഗ്രി സാധ് ന ലായേ, ഒരു ഡിഗ്രിയും കൂടെ കൊണ്ടുവന്നില്ല. ഖാൻദാൻ കെ ലോഗ് നാറാസ്തെ, സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ജനങ്ങൾ ദേഷ്യപ്പെട്ടവരായിരുന്നു. നാറാസ്തെ, അവർ ദേഷ്യപ്പെട്ടവരായിരുന്നു. മനസ്സിലായോ? ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ഉൻകോ ഹുക്കും മില കെ ഷീൽദാൻ പഹുഞ്ചിക്കർ ജാഗിർ കാ ഇന്തിസാം കരെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിയമം വന്നു, വിധി പുറപ്പെടുവിച്ചു. എന്താണ്? ഷീൽദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടുത്തെ ജാഗീറിൻ്റെ ഭൂമികൾ കൈകാര്യം ചെയ്യണമെന്ന്. ഭൂമി കൈകാര്യം ചെയ്യുക, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പാട്ടെടുക്കലോ അല്ലാത്ത കാര്യങ്ങൾ, വയൽ കൃഷി ഇറക്കലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ വ്യാപൃതനാവണം എന്ന് ഹുക്കുമ് കിട്ടി. ഏതായാലും യഹാ ഇവിടത്തിൽ ഉനെ പഹ്ലി ബാർ ഉസ് ഹിന്ദുസ്ഥാൻ की गरीबी और इफलास, गाँवों वालों की बलमनसाहट और इंसानियत को गहरी नजर से देखने का मौका मिला. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ ഗരീബി, ദാരിദ്ര്യം, പൊവേട്ടി, ദാരിദ്ര്യം, അതുപോലെ ഒരു ഇഫ്ലാസ്, പാപ്പരത്വം അല്ലേ, പാവപ്പെട്ട ജനതയുടെ, അതുപോലെ ദാരിദ്ര്യം പിടിപ്പെട്ട ജനങ്ങളെ, അവരുടെ, അതുപോലെ ഗാവോം വാലോങ്കി ബൽ മനസാഹട്ട്, നാട്ടുകാരുടെ മനുഷ്യത്വ മഹത്വം, മനുഷ്യനുണ്ടാകേണ്ട ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല മനസ്സുള്ള ആളുകൾ, അതാണ് മനുഷ്യത്വത്തിൻ്റെ മഹത്വങ്ങൾ. അതുപോലെ ഓർ ഇൻസാനിയത്തുക്കോ, മനുഷ്യത്വത്തെയും ഗഹരെ നസർ സെ ദേഖ്നെ കാ മൗക മില, അഗാധമായ കണ്ണുകളോടുകൂടെ നോക്കാൻ സാധിച്ചു. മനസ്സിലായോ? ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ദാരിദ്ര്യ പിടിപെട്ട് കഷ്ടപ്പെടുന്ന യാതനകളും വേദനകളും തിന്നു തീർക്കുന്ന, പാപ്പരത്ത രീതിയിൽ മുന്നേറുന്ന ഒരുപാട് ആളുകൾ, അപ്പോൾ അവരെയും അതുപോലെ തന്നെ ഗാവോം വാലോക്ക് ബൽ മനസാഹട്ട് ഓർ ഇൻസാനിയത്തുക്കോ, അവിടെയുള്ള ആളുകളുടെ മഹത്വം, മനുഷ്യത്വപരമായിട്ടുള്ള അവരുടെ മഹത്വം, മനുഷ്യത്വം, ഇതൊക്കെ നല്ല ഒരു രീതിയിൽ അഗാധമായി തന്നെ കാണാൻ സാധിച്ചു. യഹാ ഉനെ വരീബ് കാശ്ത് കാറോം കി സാദാ ജിന്ദഗി സെ സാബിഖ പഠ. ഇവിടെ വെച്ച് കർഷകന്റെ, പാവപ്പെട്ട കർഷകന്റെ ലളിതമായ ജീവിതത്തിൽ നിന്നും പാഠം പഠിച്ചു. മനസ്സിലായോ? ഇവിടെ വെച്ച് പാവപ്പെട്ട കാസ്തുകാറോ എന്ന് പറഞ്ഞ കർഷകന്മാർ, പെസൻസ്. അപ്പോൾ കാസ്തുകാറോങ്കി, കർഷകന്മാരുടെ, പാവപ്പെട്ട കർഷകന്മാരുടെ ലളിതമായ ജീവിതത്തിൽ നിന്നും പാഠം പഠിച്ചു. യഹാ ഇവിടെ വെച്ച് ഓർ മസ്ദൂറോം കെ ദുഃഖ് ദർദ് മേ ശരീക് രഹെ. ഇവിടെ വെച്ച് പാവപ്പെട്ട അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ ദുഃഖവേദനകളിൽ പങ്കുകൊണ്ടു. അദ്ദേഹവും വിഷമിച്ചു. അവർ വിഷമിച്ചപ്പോൾ അദ്ദേഹം വിഷമിച്ചു. ഓർ ജാഗീർ കാ ഇന്തിസാം ഇത്തിന അച്ചാ കിയ. അങ്ങനെ ഭൂമി കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു വിഷയം ഇത്രമാത്രം നല്ല രീതിയിൽ ചെയ്തു. കെ സബി മുത്മൈൻ ഹോ ഗയെ, എല്ലാവരും സമാധാനം ഉള്ള ആളുകളായി മാറി, എല്ലാവരും ശാന്തിയിൽ വിരാജിക്കുന്ന ഒരു കാലം വന്നു. ഇവിടെ വെച്ച് യഹാ ഉൻകി ഷായരി കോ നയി ജിന്ദഗി മിലി. ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ഒരു പുതിയ ജീവൻ വന്നു. ഉൻകെ ബഹുത് സെ ഡ്രാമെ ഓർ ഗീതോं के मजमूए उसी शीलदान की पैदावार है. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡ്രാമകൾ, അതുപോലെ ഓർ ഗീതോं की मजमूए, ഗീതങ്ങളുടെ കൂട്ടങ്ങളും എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരങ്ങളൊക്കെ ഇസി ഷീൽദാൻ കി, ആ ഷീൽദാനിൻ്റെ, ഷീദാൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പൈതാവാർ ഹൈ, ഉൽപ്പന്നമാകുന്നു. അവിടുന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നർത്ഥം. കവിതകളുടെ സമാഹരണമൊക്കെ അദ്ദേഹം അവിടെ നിന്ന് ഉണ്ടാക്കിയെന്നർത്ഥം. മനസ്സിലായോ? ടാഗോർക്കോ മ്യൂസിക് ഇസെ ബി കുദ്രത്തി ലഗാവത്തോ. ടാഗോറിന് മ്യൂസിക്കുമായിട്ടും ജന്മനായുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. കുദ്രത്തി ലഗാവ് പറഞ്ഞാൽ ജന്മനായുള്ള ഒരു ബന്ധം.
ജനിക്കുമ്പോൾ തന്നെ ഉള്ളൊരു ബന്ധമുണ്ടായിരുന്നു. ആപ്പിനെ ബച്പൻ സെ മ്യൂസിക്ക് ബാക്കായിദ താലീം ഹാസിൽ കി. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക്കിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു. മ്യൂസിക്കിൻ്റെ നിയമങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഠിച്ചു. ഉനോനെ ന സിർഫ് ഗീത് ലിഖെ. അദ്ദേഹം ഗീതം എഴുതുക മാത്രമല്ല ചെയ്തത്, ബൽക്കെ ഉനെ ദിൽകഷ് ധുനോം പർ ഗാക്കർ സുനായ. നല്ല മനോഹരമായ രീതിയിൽ ആലപിച്ച് കേൾപ്പിച്ചു, പാടിയിട്ട് ജനങ്ങൾ കേൾപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഉനോനെ ആപ്പിനെ ഗീതോക്കി ദുനെ ഖുദ്ബനായ. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളുടെ രീതികൾ, ട്യൂണുകളൊക്കെ അദ്ദേഹം സ്വയം ഉണ്ടാക്കി. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യം അദ്ദേഹം ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി തരും കേട്ടോ. മനസ്സിലായില്ലേ? പറഞ്ഞതൊക്കെ എല്ലാവർക്കും ശരിക്കും മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് എഴുതി വരിക. പ്രത്യേകമായിട്ട് ഇതിൽ പറഞ്ഞത് മുത്മൈന ഹൊഗയെ സമാധാനമുള്ളവരായി, പൈതാവാറുന്ന പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ, പിന്നെ കുതിരത്തി ലഗാവാറ ജന്മനായുള്ള ബന്ധം, പിന്നെ അങ്ങനെ ഓരോന്നോരും നോക്കിയാൽ മതി. ദുനോ എന്ന് പറഞ്ഞ രീതികൾ, അങ്ങനത്തെ ബൽമൻസാഹട്ട്, അങ്ങനെ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും മനസ്സിലാക്കി എഴുതി വരിക, ഷോർട്ട് എഴുതി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.